ലാസ്റ്റ് ക്ലാസ്സിൽ ഏത് ടോപ്പിക് വരെ എടുത്തുന്ന ഓർമ്മയുണ്ടോ? മിന്നു, ഐ തിങ്ക് മെന്റൽ കോൺസെൻട്രേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ടായിരുന്നു അല്ലേ? ആരെന്താ ജോയിൻ ചെയ്യാത്തെന്ന് അറിയാവോ? Good afternoon, Miss. ഗുഡ് ആഫ്റ്റർനൂൺ. Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. കേൾക്കാൻ പറ്റുന്നില്ലേ? ഓക്കെ, നമ്മള് എവിടെ വരെ പറഞ്ഞു നിർത്തിയെന്ന് ഓർമ്മയുണ്ടോ ലാസ്റ്റ് ക്ലാസ്സില്? Mental concentration. അല്ലെ? ലവ് ഓഫ് റിപ്പീറ്റേഷൻ മുതൽ എന്തുകൊണ്ട് കുട്ടികൾ കയറാത്തെന്ന് അറിയാവോ? അറിയില്ല, സമയം ആവണ്ടി ഒന്നര ഒത്തിരി നേരം കൂടി കഴിഞ്ഞാൽ വേണമെങ്കിൽ കയറിയിരിക്കും. ഓക്കെ, ഞാൻ ലവ് ഓഫ് റിപ്പീറ്റേഷൻ മുതൽ എടുക്കാണ് കേട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർഷൻസ് ആണ്. ഫ്രണ്ട്സിനോട് ഇത് പറയാം കയറാനായിട്ട്. ഒരു 3 ചാപ്റ്റേഴ്സ് 3 യൂണിറ്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ നമ്മൾ എടുക്കുന്ന പോർഷൻ ലവ് ഓഫ് റിപ്പീറ്റേഷൻ ആണ്. നമ്മൾ മെന്റൽ കോൺസെൻട്രേഷനിൽ പറഞ്ഞു ആ കുട്ടി ആ ഒരു വർക്ക് ചെയ്തിരുന്ന സമയത്ത് കുട്ടിക്ക് റിപ്പീറ്റ്ലി ആ വർക്ക് ചെയ്യാനായിട്ട് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരുന്നു അല്ലെ? എത്ര ടൈംസ് ആണ് ആ കുട്ടി വർക്ക് ചെയ്തത്? നോബിൾ സിലിണ്ടേഴ്സ് യൂസ് ചെയ്ത് എത്ര ടൈം വർക്ക് ചെയ്തു? അറിയോ? 42. 42 ടൈംസ്. നമ്മൾ ഈ മോണ്ടിസോറി മെത്തേഡിന് ഒരു പ്രത്യേകത ഉണ്ട്. നമ്മൾ ആ വർക്ക് ചെയ്യാൻ ഭയങ്കരമായിട്ട് ഇഷ്ടമായിരിക്കും. ലവ് ഓഫ് റിപ്പീറ്റേഷൻ നമ്മൾ എൻജോയ് ചെയ്യുന്ന ഒരു കാര്യമാണ് മോണ്ടിസോറി മെത്തേഡിൽ. നിങ്ങൾ പ്രാക്ടിക്കൽ ക്ലാസ്സിന് വരുന്നുണ്ടോ? ആരും വരുന്നില്ല? ഞാൻ വരുന്നുണ്ട്. 8 9 ആള് ശരിയായിട്ടിരിക്കുന്നുണ്ട് വരാൻ വേണ്ടിട്ട്. 9 പേര് അല്ലെ? അപ്പൊ നിങ്ങൾ വരുമ്പോ നിങ്ങൾ നോക്കണം, നമ്മുടെ മെറ്റീരിയൽസ് ചെയ്ത് നോക്കുമല്ലോ. അതിക്ക് മുമ്പ് നിങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടിയെന്ന് തോന്നുന്നുണ്ടല്ലേ? പ്രാക്ടിക്കൽ സെഷനിൽ ഒരു ക്ലാസ് കിട്ടി ജിഷ മാമിന്റെ. ഓക്കെ, ഇനിയൊരു ക്ലാസ്സും കൂടി ഉണ്ടാവും അതിന് മുമ്പായിട്ട്. അപ്പോ നമ്മൾ ചെയ്ത് നോക്കുമ്പോ അത് എങ്ങനെയാണ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ടോ എന്നൊന്ന് നോക്കണം കേട്ടോ. ഓക്കെ, നമുക്ക് തന്നെ മുതിർന്നവർക്ക് തന്നെ ചിലപ്പോൾ നമുക്ക് ആ മെറ്റീരിയൽസ് ഒക്കെ കാണുമ്പോൾ ചെയ്ത് നോക്കാനൊക്കെ വളരെയധികം ഇൻട്രസ്റ്റ് തോന്നുന്നു ഒരു സെറ്റ് ഓഫ് മെറ്റീരിയൽസ് ആണ് നമ്മുടെ മോണ്ടിസോറി മെറ്റീരിയൽ എന്ന് പറയുന്നത്. മോണ്ടിസോറിയുടെ രണ്ടാമത്തെ ഒരു ഡിസ്കവറി ആണ് ഏത്? ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നത്. The second revelation made by the children through their automatic work was needed to repeat the same things again and again. നമ്മൾ മോണ്ടിസോറി മെറ്റീരിയൽസ് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാനായിട്ട് കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റഡ് ആയിരിക്കും. ഇറ്റ് ഈസ് ത്രൂ റിപ്പീറ്റേഷൻ ദാറ്റ് റിയൽ ഡെവലപ്മെന്റ് ഒക്കേഴ്സ് ആഫ്റ്റർവേർഡ്. റിപ്പീറ്റേഷനിലൂടെയാണ് പിന്നീട് ഡെവലപ്മെന്റ് സംഭവിക്കുന്നത്. നമ്മളൊരു കോട്ട് പറയാറുണ്ട് പണ്ട്, ഇപ്പോഴും പറയാറുണ്ട് തോന്നുന്നു നിങ്ങൾ കോട്ട്സ് ഒക്കെ പറയുന്ന സമയത്ത്. പ്രാക്ടീസ് മേക്ക് മാൻ ടു പെർഫെക്റ്റ്. കേട്ടിട്ടുണ്ടോ കോട്ട്? ഒരു വ്യക്തിനെ പെർഫെക്റ്റ് ആക്കണം എന്നുണ്ടെങ്കിൽ പ്രാക്ടീസിലൂടെയാണ്. നമ്മൾ ആദ്യം ചിലപ്പോ ഫസ്റ്റ് ആ ഒരു ക്ലാസ് എടുക്കുമ്പോഴായാലും, ഞങ്ങളെ സംബന്ധിച്ചാണ് ക്ലാസ് എടുക്കുമ്പോൾ ഞങ്ങൾ അത്ര പെർഫെക്റ്റ് ആവണമെന്നില്ല. പക്ഷെ ത്രൂ ഔട്ട് ദ പ്രാക്ടീസ് ഞങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ് എടുക്കുന്നതിലൂടെ മേ ബി പണ്ട് ഉണ്ടായിരുന്ന പോരായ്മകളൊക്കെ മാറി, അല്ലെങ്കിൽ കുറച്ച് ഡിഫക്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം, അതെല്ലാം മാറി ഞങ്ങളിപ്പോ അത്യാവശ്യം ഷേപ്പ് ചെയ്തും വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളിപ്പോ നിങ്ങളുടെ കാര്യമായാലും നിങ്ങൾ ആദ്യം ചിലപ്പോൾ ഫസ്റ്റ് ഡേ പോയി ക്ലാസ് എടുക്കുമ്പോൾ നമുക്ക് നല്ല ടെൻഷൻ ആയിരിക്കും, സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, പെട്ടെന്ന് ടെൻസ്ഡ് ആവും. പിന്നെ നമ്മൾ ആ ഒരു ദിവസം നമ്മൾ ആലോചിക്കുമ്പോൾ നമുക്കൊരു നല്ലൊരു ഓർമ്മയായിരിക്കും, ആദ്യം ഞാൻ അങ്ങനെ ആയിരുന്നല്ലോ, പിന്നെ ഞാൻ ഇത്രയും മാറ്റം സംഭവിച്ചിട്ടുണ്ട്, എനിക്ക് ഒരുപാട് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. അതേപോലെ നമ്മൾ ഈ ഒരു ക്ലാസ് തുടങ്ങിയ സമയത്ത് ആദ്യം സ്റ്റേജ് ഫിയർ ഒക്കെ നിങ്ങൾക്ക് ഉണ്ടായിരുന്നു.
എന്തെങ്കിലും ആക്ടിവിറ്റി ഒക്കെ തരുമ്പോ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് ഭയങ്കര മടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ? ഇല്ല, അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. മേ ബി ചിലർക്ക് അങ്ങനെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. പക്ഷെ നമ്മളത് റിപ്പീറ്റ് ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് ആ ഒരു സ്റ്റേജ് ഫിയറും കാര്യങ്ങളൊക്കെ മാറും. ഇപ്പൊ ആക്ഷൻ സോങ്ങിന്റെ ഒക്കെ കാര്യമാണെങ്കിൽ ആദ്യം ചിലപ്പോൾ ആക്ഷൻ സോങ് ചെയ്യാൻ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പിന്നീട് നമ്മൾ അത് പ്രാക്ടിക്കൽ സെഷനിലേക്ക് വരുമ്പോൾ അല്ലെങ്കിൽ ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോയി കഴിയുമ്പോൾ കുട്ടികളുടെ മുമ്പിൽ ആക്ഷൻ സോങ് ചെയ്യാൻ നല്ല കോൺഫിഡൻസോട് കൂടി ചെയ്യാനൊക്കെ പറ്റും. ഈ ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറയുന്നതിനെ കുറിച്ചിട്ട് സീക്രട്ട് ഓഫ് ചൈൽഡ്ഹുഡ് എന്ന് പറയുന്ന ബുക്കിൽ മോണ്ടിസോറി റോട്ട് ചെയ്തിട്ടുണ്ട്. സോറി മാം, ലവ് ഓഫ് റിപ്പീറ്റേഷനും ലവ് ഓഫ് ഓർഡറും ഒക്കെ നമ്മൾ എടുത്തിരുന്നു. മറ്റേ ഷെൽഫ് ലോക്ക് ചെയ്യാണ്ട് ടീച്ചർ പോയി എന്നൊക്കെ പറഞ്ഞിരുന്നു നമ്മളോട്. ആണോ? അത്രയും വരെ എടുത്തിട്ടുണ്ടായിരുന്നോ? ഫ്രീഡം ഓഫ് ചോയ്സ് വരെ എടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ? കുഴപ്പമില്ല, എന്ന് സമപ്പ് ചെയ്ത് പറയാം. ലവ് ഓഫ് റിപ്പീറ്റേഷൻ എന്ന് പറഞ്ഞാല് മോണ്ടിസോറി മെറ്റീരിയൽസ് നമ്മൾ കുട്ടികൾ യൂസ് ചെയ്യുന്നതിൽ അവർക്ക് റിപ്പീറ്റ് ചെയ്യാൻ വളരെയധികം ഇഷ്ടമുള്ളതാണ് നമ്മുടെ മെറ്റീരിയൽസ്. അതേപോലെ തന്നെ കുട്ടികളിൽ കണ്ടുവരുന്ന ഒരു കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നമ്മൾ പറയുമല്ലേ, ചുട്ടയിലെ ശീലം ചുടല വരെ എന്നൊക്കെ പറയാറുണ്ട്. ചെറുപ്പത്തിൽ ശീലിക്കുന്നത് എങ്ങനെയാണോ അത് തന്നെ ആയിരിക്കും നമ്മൾ നമ്മുടെ ത്രൂ ഔട്ട് ദ ലൈഫ് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പോൾ നമ്മള് കുട്ടികള് മോണ്ടിസോറി ഇതൊരു ഒബ്സർവേഷന്റെ ഭാഗമായിട്ടാണ് കണ്ടെത്തിയത്. കുട്ടികൾ ഇപ്പൊ ഹാൻഡ് വാഷ് ചെയ്യുന്ന ഒരു ഇത് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം കൈ നല്ല രീതിയിൽ ക്ലീൻ ആണെങ്കിൽ പോലും ഹാൻഡ് വാഷ് ചെയ്യുന്നു. അവർ ശീലിക്കുകയാണ്, ഫുഡ് കഴിക്കുന്നതിന് മുമ്പ് പ്രോപ്പറായിട്ട് ഹാൻഡ് വാഷ് ചെയ്യണം എന്നുള്ളത് കുട്ടികൾ കണ്ട് ശീലിക്കുകയാണ്. അപ്പൊ അത് മോണ്ടിസോറിയുടെ ഡിസ്കവറി, അതിൽ നിന്നൊരു ഡിസ്കവറി വന്നു. അതാണ് ലവ് ഓഫ് റിപ്പീറ്റേഷൻ. നെക്സ്റ്റ് ആണ് ലവ് ഓഫ് ഓർഡർ. നമ്മൾ മോണ്ടിസോറി ക്ലാസ് റൂം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു അല്ലെ? അതിൽ മോണ്ടിസോറി മെറ്റീരിയൽസിന് എല്ലാത്തിനും അതിൻ്റെതായ പ്ലേസ് ഉണ്ട്. നമ്മൾ ഓപ്പൺ ഷെൽഫുകൾ കണ്ടു. മെറ്റീരിയൽസും കാര്യങ്ങളും കുട്ടികൾ തന്നെയാണ് പ്ലേസ് ചെയ്യുന്നതും സെലക്ട് ചെയ്യുന്നതും. അവർക്ക് ആ ഫ്രീഡം ഓഫ് ചോയ്സും കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. നെക്സ്റ്റ് ഡിസ്കവറി ആണ് ലവ് ഓഫ് വർക്ക്. അവിടെ മുതലല്ലേ എടുക്കേണ്ടത്? ലവ് ഓഫ് ഫ്രീഡം ഓഫ് ചോയ്സ് തൊട്ടിട്ട് എടുക്കണമെന്ന് തോന്നുന്നു സർ. ഓക്കെ, ഫ്രീഡം ഓഫ് ചോയ്സ്. ഞാൻ ഒരു ഇൻസിഡന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നുണ്ട്. ടീച്ചർ ഫസ്റ്റ് എന്താണ് ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് മറന്നുപോയി. പറഞ്ഞു അത് എല്ലാവർക്കും ഈ ദിവസം വന്നപ്പോൾ മിസ് ടീച്ചർ ലേറ്റ് ആയിട്ടാണ് വന്നത്. ടീച്ചർ വരുമ്പോൾ കാണുന്ന കുട്ടികളെല്ലാവരും വർക്ക് ചെയ്ത് തുടങ്ങി. അവർ ആ മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. ടീച്ചർ അത് കണ്ടപ്പോൾ വളരെയധികം ടെൻസ്ഡ് ആയി. കുട്ടികൾ എന്താ ഇങ്ങനെ എന്ന് ആയി. അപ്പോ പെട്ടെന്ന് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽ ഈ ഒരു ഇൻസിഡന്റ് വന്നപ്പോ മോണ്ടിസോറി അതിൽ നിന്ന് ഡിസ്കവർ ചെയ്ത ഒരു കാര്യമാണ്, ഡിസ്കവറിയാണ് ഫ്രീഡം ഓഫ് ചോയ്സ്. നമ്മൾ കുട്ടികൾക്ക് ഫ്രീഡം ഓഫ് ചോയ്സ് കൊടുക്കാമായിരുന്നു. ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി കുട്ടികൾക്ക് കൊടുക്കേണ്ട വൺ ഓഫ് ദ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഫ്രീഡം ഓഫ് ചോയ്സ്. കാരണം അവർക്ക് അത് ചെയ്യാനുള്ള ആ ഒരു എന്തുണ്ട് എബിലിറ്റി, അല്ലെങ്കിൽ ആ ഒരു ചെയ്യാനായിട്ട് അവർക്ക് അവർ പ്രാപ്തരാണ്. സോ ആ ഒരു ഫ്രീഡം നമ്മൾ കുട്ടികൾക്ക് കൊടുക്കേണ്ടതായിരുന്നു. പിന്നീട് നമ്മളുടെ ഈ ഒരു ഡിസ്കവറി നമ്മുടെ എന്തിന്റെ ഭാഗമായി, മോണ്ടിസോറി മെത്തേഡിന്റെ തന്നെ ഭാഗമായിട്ട് മാറി. ഏതാണ്? ഫ്രീഡം ഓഫ് ചോയ്സ്. ആരെങ്കിലും റീഡ് ചെയ്യോ? മിന്നു? Yes, ma'am. Freedom of choice. Again, this discovery happened so unexpectedly. The teacher of the school had forgotten to lock the shelves before going home, arriving late the next morning. She found that the children had already started to work on the materials. The teacher was Montessori, however, saw deeper motives of these children. They were in a position to be able to select materials in preference to others. This even became a milestone in the Montessori method. Free choice of activity. It is interesting to note സൗണ്ട് പോയോ? മിന്നു റേഞ്ച് ഇഷ്യൂ ആയിരിക്കും അല്ലെ?
ഓക്കെ, അപ്പോ ഇതും നമ്മുടെ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്ന അൺഎക്സ്പെക്ടഡ്ലി ഒക്കർ ചെയ്തൊരു followed after. ഓക്കേടാ. അടുത്തത് വായിക്കണം. ഓക്കെ, അത്ര മതി. അപ്പോ ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് അൺഎക്സ്പെക്ടഡ്ലി സംഭവിച്ചതാണ്. നമ്മൾ പറഞ്ഞു ടീച്ചർ എന്ത് ചെയ്തു, ഷെൽഫ് ലോക്ക് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഒരു ദിവസം ടീച്ചർ വന്ന സമയത്ത് ടീച്ചർ കാണുന്നത് എന്താണ്, കുട്ടികളെല്ലാവരും വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്തു. സോ ടീച്ചർ ഭയങ്കരമായിട്ട് അപ്സെറ്റ് ആയി. പക്ഷെ മോണ്ടിസോറി അതിൽ ഡിസ്കവർ ചെയ്ത ഒരു കാര്യമാണ് ഡീപ്പർ മോട്ടീവ് ഓഫ് ദീസ് ചിൽഡ്രൻ. ആ കുട്ടികളുടെ ആ ഡീപ്പർ ആയിട്ടുള്ള മോട്ടീവ് അവർ സെലക്ട് ചെയ്യാനായിട്ട് ഏബിൾ ആണ്. അവർക്ക് വേണ്ട മെറ്റീരിയൽ അവരുടെ പ്രിഫറൻസ് അനുസരിച്ച് ആ മെറ്റീരിയൽസ് സെലക്ട് ചെയ്യാനായിട്ട് അവർ ഏബിൾ ആണെന്ന് മോണ്ടിസോറി തിരിച്ചറിഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നമ്മളുടെ മോണ്ടിസോറി മെത്തേഡിൽ മൈൽ സ്റ്റോൺ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നാഴികക്കല്ലായിട്ട് തന്നെ മാറി ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. എന്ത് വർക്ക് ചെയ്യണം, ഏത് മെറ്റീരിയൽസ് യൂസ് ചെയ്യണം എന്നുള്ളൊരു ആ ഫ്രീഡം നമ്മൾ ആർക്ക് കൊടുക്കാൻ തുടങ്ങി, നമ്മളുടെ കുട്ടികൾക്ക് തന്നെ കൊടുക്കാൻ തുടങ്ങി. It is interesting to note that it was the discovery which came first and method follow after. ഇതൊരു ഭയങ്കരമായിട്ടൊരു ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഡിസ്കവറി ആണ്. കാരണം എന്താണ്, ആദ്യം എന്താണ് ഡിസ്കവറി, പിന്നീട് അതിന്റെ മെത്തേഡ് എന്ത് ചെയ്യാൻ തുടങ്ങി, ഫോളോ ചെയ്യാൻ തുടങ്ങി. കാരണം ഫ്രീഡം ഓഫ് ചോയ്സ് എന്ന് പറയുന്നത് ആദ്യം നമ്മൾ ഈ ഒരു മെത്തേഡ് ഡെറൈവ് ചെയ്ത സമയത്ത് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇത് ഇംപ്ലിമെന്റ് ചെയ്ത് അത് മോണ്ടിസോറി കസാദി ബാബിയിൽ നിന്ന് കുട്ടികളിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഡിസ്കവർ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഒരു ഡിസ്കവറിയാണ് ഫ്രീ ചോയ്സ് ഓഫ് ആക്ടിവിറ്റി. ഇന്ന് നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റ് എല്ലാ കുട്ടികൾക്കും അവർക്ക് ഏതാണോ ഇഷ്ടമുള്ള മെറ്റീരിയൽസ് അത് അവർ ഫ്രീലി സെലക്ട് ചെയ്യാനായിട്ടുള്ള ഫ്രീഡം ഉണ്ട്. ഫ്രീഡം ടു മൂവ്, ഫ്രീഡം ടു സെലക്ട് മെറ്റീരിയൽസ്, എല്ലാത്തിനുള്ള ഫ്രീഡം ആര് കൊടുക്കുന്നുണ്ട്, നമ്മള് മോണ്ടിസോറി ക്ലാസ് റൂമിൽ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ദെൻ ലവ് ഓഫ് വർക്ക് ആണ്. ഇതും ഒരു ഡിസ്കവറിയുടെ ഭാഗമായിട്ട് തന്നെയാണ് ഡോക്ടർ മരിയ മോണ്ടിസോറി എന്ത് ചെയ്തത്, ഡിസ്കവർ ചെയ്തത്. ഇതും ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മരിയ മോണ്ടിസോറിയുടെ ലൈഫില്. കസാദി ബാബിൽ തന്നെ നടന്ന ഒരു സംഭവമാണ്. മോണ്ടിസോറിയുടെ ഫ്രണ്ട് എന്ത് ചെയ്തു, കുറച്ച് ടോയ്സ്, അത്യാവശ്യം എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് ടോയ്സ് എന്ത് ചെയ്തു, മോണ്ടിസോറി കുട്ടികൾക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് മോണ്ടിസോറിക്ക് കൊടുത്തു. മോണ്ടിസോറി എന്ത് ചെയ്തു, ഇത് മെറ്റീരിയൽസിന്റെ അടുത്ത് തന്നെ എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. പക്ഷേ ഈ കുട്ടികള് മോണ്ടിസോറി വിചാരിച്ചു എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സ് ആയിരിക്കും കുട്ടികൾ സെലക്ട് ചെയ്യാം. പക്ഷെ മോണ്ടിസോറിനെ അത്ഭുതപ്പെടുത്തിട്ട് കുട്ടികൾ സെലക്ട് ചെയ്തത് ഏതാണ്, നമ്മുടെ മെറ്റീരിയൽസ് ആണ് സെലക്ട് ചെയ്തത്. നിങ്ങള് ജസ്റ്റ് വീട്ടിൽ തന്നെ ഒന്ന് ഒബ്സർവ് ചെയ്ത് നോക്കണം കേട്ടോ. നമ്മുടെ കുട്ടികൾക്ക് നമ്മള് മോണ്ടിസോറി മെറ്റീരിയൽസ് പ്രിപ്പയർ ചെയ്തിട്ടില്ലേ, അല്ലെങ്കിൽ ടീച്ചിങ് എയ്ഡ് ആയിട്ടുള്ള മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഒക്കെ? ഓക്കെ, ചെയ്തിട്ടുണ്ട്. കുഞ്ഞു കുട്ടികളുണ്ടോ വീട്ടില്? 3-4 വയസ്സുള്ള കുട്ടികൾ ഉണ്ട്. അവർക്ക് കൊടുത്തിട്ടുണ്ടോ നമ്മുടെ മെറ്റീരിയൽസ് ചെയ്ത് നോക്കാനായിട്ട്? കൊടുത്തിട്ടില്ലേ? 5 വയസ്സുള്ള 5 വയസ്സുള്ള മോളാണ്, കൊടുത്തിട്ടുണ്ട്. 5 വയസ്സുള്ളൂ മെറ്റീരിയൽസ് നമ്മുടെ ഇഷ്ടമാണ്, നല്ല രസമാണ് കളിക്കാൻ എന്ന് പറഞ്ഞിട്ട് പിന്നെയും ചോദിച്ചോണ്ടിരിക്കുക. പക്ഷെ ഒരുപാട് കൊടുക്കാനും പറ്റില്ലല്ലോ. അത് നമ്മുടെ വൈവേ സെഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ കൊടുത്തോട്ടോ കുട്ടികൾക്ക്. ചെറിയ കുട്ടികൾ ട്രെയിൻ ചെയ്യിക്കാൻ ഏറ്റവും നല്ലത് ഒരു 2.5 years ഒക്കെ ഉള്ള ടൈം മുതൽ നമുക്ക് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ അത് കുട്ടികൾക്ക് അത് ലവ് ഓഫ് വർക്ക്, നമ്മുടെ മെറ്റീരിയൽസ് യൂസ് ചെയ്യാൻ അവർക്ക് ഭയങ്കര നല്ല താല്പര്യമായിരിക്കും. നമ്മുടെ ടോയ്സും കാര്യങ്ങളെക്കാളും കൂടുതൽ ഇഷ്ടം നമ്മുടെ വർക്കും കാര്യങ്ങളും നമ്മുടെ മെറ്റീരിയൽസും കാര്യങ്ങളായിരിക്കും കുട്ടികൾക്ക് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടമുള്ളത്. ടോയ്സ് ആണെങ്കിൽ അത് അതിന്റെ ഇൻട്രസ്റ്റ് നഷ്ടപ്പെട്ടു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നമ്മളിപ്പോ എത്ര എക്സ്പെൻസീവ് ടോയ്സ് വാങ്ങിച്ചാലും കുട്ടി ആ ഇൻട്രസ്റ്റ് നഷ്ടപ്പെടുന്നവരെ അത് ഹോൾഡ് ചെയ്യുള്ളൂ. അത് കഴിഞ്ഞ് അവരെന്ത് ചെയ്യും, ത്രോ അവേ എന്നുവെച്ചാൽ അവരത് കളഞ്ഞിട്ട് മറ്റൊരു ഇതിന്റെ പോകും. പക്ഷെ മെറ്റീരിയൽസ് ഒരിക്കലും അങ്ങനെയല്ല, അവരാ വർക്ക് ചെയ്യാൻ വളരെയധികം ഇഷ്ടപ്പെടുന്നു. എന്റെ വീട്ടില് മോള് ചെറുതായിരുന്ന സമയത്ത് ഞാൻ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ അടുത്ത് അതിനെ കുറിച്ച്, ഇല്ല അല്ലെ? ഓക്കെ, നമ്മള് പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ജിഷ മിസ് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നോ? മെറ്റീരിയൽ കാണിച്ചു തന്നിട്ടില്ല അല്ലെ? പ്രീ റൈറ്റിംഗ് ബോർഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ മോണ്ടിസോറിൽ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഇതാണ്, ഞാൻ കാണിച്ചു തരാം. നമ്മൾ എഴുതാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മള് കുട്ടികൾക്ക് ആ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊന്നും അത്ര ഇംപ്രൂവ് ആയിരിക്കില്ല. അപ്പൊ അവർക്ക് ഈ ഒരു ബോർഡ് പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്ത് നമുക്ക് എങ്ങനെ കർവും കാര്യങ്ങളൊക്കെ വരയ്ക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സിലൂടെ
നമ്മള് എന്ത് ചെയ്യുന്നത്. പിന്നെ അതേപോലെ തന്നെ ഫ്രീ റൈറ്റിംഗ് ബോർഡ്സിന്റെ ആൽഫബറ്റ്സ് ബോർഡ് ഉണ്ട്, ലെറ്റർ ബോർഡ്. നോക്കട്ടോ, ഇതുണ്ടോ ലെറ്റർ ബോർഡ്. ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാല് കുട്ടികളില് ആൽഫബറ്റ്സും കാര്യങ്ങളൊക്കെ അവർക്ക് സ്വയമേ എഴുതാൻ പറ്റും. അതിലൊരു എന്താ പറയാ സ്റ്റൈലസ് പോലെ ഒരു പെൻ പോലത്തെ ഒരു സംഭവം ഉണ്ട്. അത് യൂസ് ചെയ്തിട്ടാണ് അവരത് വരയ്ക്കുന്നത്. അപ്പൊ ഇവർക്ക് വരയ്ക്കുമ്പോൾ തന്നെ ഇവിടെ ഫൈൻ മോട്ടോർ സ്കിൽസ് നമുക്കറിയാലേ, ചെറിയ മസിൽസിന്റെ ഡെവലപ്മെന്റ് ആണ് പിന്നീട് സംഭവിക്കുന്നത്. അപ്പൊ മസിൽസ് ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെ പെർഫെക്റ്റ് ആയിരിക്കും അത് യൂസ് ചെയ്യുന്നതിലൂടെ. കുട്ടികൾക്ക് നല്ല രീതിയിൽ വർക്ക് ചെയ്യാനായിട്ട് പറ്റും. കർസി ലെറ്റേഴ്സ് ആണ് ഈ കാണുന്നത് അല്ലെ. കർസി ലെറ്റേഴ്സിന്റെ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എന്തുണ്ട് നമ്മുടെ പ്രീ റൈറ്റിംഗ് ബോർഡ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അത് നല്ല രീതിയിൽ കുട്ടികളിൽ എന്ത് ചെയ്യാൻ പറ്റും, ആ ഒരു എഴുതുന്നതിന് മുമ്പ് അവർക്ക് എങ്ങനെയാണ് ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളും എങ്ങനെ പെൻ ഹോൾഡ് ചെയ്യണം എന്നൊക്കെ പഠിക്കാൻ പറ്റും. അപ്പോ ഞാൻ എന്റെ മോക്ക് പ്രീ റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തു, ആൽഫബറ്റ്സിന്റെ പ്രീ റൈറ്റിംഗ് ബോർഡ് വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം ആൾക്ക് ടോയ്സ് ഉണ്ട്, ഇഷ്ടം പോലെ ടോയ്സ് ഉണ്ട്. ടോയ്സിനേക്കാളും കൂടുതൽ അവർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു മെറ്റീരിയൽ ആണ് ഇത് പ്രീ റൈറ്റിംഗ് ബോർഡ്സ്. എന്ന് വെച്ചാൽ അത്രയും സൂക്ഷിച്ചാണ് വെക്കുന്നത്, മുകളിൽ തന്നെ വെക്കുള്ളൂ. വേറെ ആർക്കും ഇങ്ങനെ നമ്മള് ടോയ്സ് ഒക്കെ ആണെങ്കിൽ അവരുടെയൊക്കെ കളയൊക്കെ ചെയ്യും. പക്ഷെ ആൽഫബറ്റ് ബോർഡ് ആയതുകൊണ്ട് തന്നെ അവളത് സൂക്ഷിച്ചെടുത്ത് വെക്കുന്നു. അത് എഴുതി കഴിയുന്നു, വർക്ക് ചെയ്യുന്നു, അത് തന്നെ ടേബിളിൽ അവൾ തന്നെ എടുത്ത് വെക്കുകയാണ്. സോ ആ വർക്ക് ചെയ്യാൻ അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലവ് ഓഫ് വർക്ക് ഞാൻ അവളിൽ കണ്ടു. ഒറിജിനലായിട്ട് നമുക്ക് റിയൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ നല്ലതായിരിക്കും. ഇപ്പൊ 5 വയസ്സോളം കുട്ടിയാന്ന് പറഞ്ഞു, ആൽഫബറ്റ്സ് ഒക്കെ എഴുതി തുടങ്ങിയില്ലേ. മലയാളം എഴുതി തുടങ്ങി. ഓക്കെ, ഹിന്ദി ലെറ്റേഴ്സ് വരില്ലേ, ഹിന്ദി ലെറ്റേഴ്സ് തുടങ്ങുമ്പോൾ നമുക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കിട്ടും. നമുക്ക് ഹിന്ദിയുടെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കിട്ടും. അപ്പൊ ഓൺലൈനിൽ നിന്ന് അധികം പൈസയൊന്നും ഇല്ല കേട്ടോ, 200 താഴെ വരുള്ളൂ റേറ്റ്. അപ്പൊ അതൊന്ന് വാങ്ങിച്ചു നോക്ക്. അപ്പൊ അതിൽ നമ്മൾ ആദ്യം തന്നെ എഴുതി നോക്കിയിട്ട് കുട്ടികളെ കൊണ്ട് ചെയ്യിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ല എളുപ്പമായിരിക്കും അവർക്ക്. പ്രീ റൈറ്റിംഗ് ബോർഡ്സിൽ യൂസ് ചെയ്തിട്ട് പിന്നീട് അത് അവര് എഴുതുമ്പോൾ അവർക്ക് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പൊ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കുട്ടികൾക്ക് വീണ്ടും വീണ്ടും ചെയ്ത് നോക്കാനായിട്ട് വളരെയധികം ഹെൽപ്ഫുൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണത്. അപ്പം ലവ് ഓഫ് വർക്ക്, ഡോക്ടർ മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് ചിൽഡ്രൻ പ്രിഫർ ടു വർക്ക് ടു പ്ലേ. നമ്മള് വർക്ക് ചെയ്യാൻ കൂടുതൽ പ്രിഫറൻസ് കാണിക്കുന്നത് കളിക്കുന്നതിനേക്കാൾ കൂടുതൽ. ദിസ് astonishing the revelation came from when Dr. Maria Montessori placed the expensive toys which were given by her friend. മോണ്ടിസോറിയുടെ ഫ്രണ്ട് കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ള ടോയ്സും കാര്യങ്ങളും മോണ്ടിസോറിക്ക് കൊടുത്തു. മോണ്ടിസോറി എന്ത് ചെയ്തു, ആ ടോയ്സും നമ്മളുടെ മെറ്റീരിയൽസും ഒരുമിച്ച് റൂമിൽ തന്നെ പ്ലേസ് ചെയ്തു. ഇനി റൂം വിത്ത് ദ ചിൽഡ്രൻസ് ടു ഹെർ സർപ്രൈസ്. അങ്ങനെ കുട്ടികൾ കാണുകയെ തന്നെ ഈ എക്സ്പെൻസീവ് ടോയ്സും മെറ്റീരിയൽസും എന്ത് ചെയ്തു, പ്ലേസ് ചെയ്തു. പക്ഷെ മോണ്ടിസോറി വിചാരിച്ചെന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ചിലപ്പോ എന്ത് ചെയ്യും, ടോയ്സ് അവർ കണ്ടിട്ടില്ല, അപ്പൊ ടോയ്സ് ആയിരിക്കും അവർ സെലക്ട് ചെയ്യാന്ന് വിചാരിച്ചത്. പക്ഷെ മോണ്ടിസോറിക്ക് സർപ്രൈസ് ആയി, കാരണം ദ ചിൽഡ്രൻസ് ഡിഡ് നോട്ട് സെലക്ട് എനി ഓഫ് ദ ടോയ്സ്. കുട്ടികൾ ആരും ആ ടോയ്സ് എന്ത് ചെയ്തില്ല, സെലക്ട് ചെയ്തില്ല. ദേ പ്രിഫർ ടു വർക്ക് വിത്ത് മെറ്റീരിയൽസ്. അവർ എന്ത് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടു, വർക്ക് ചെയ്യാനായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ ലവ് ഓഫ് വർക്ക് ആണ് കുട്ടികൾക്ക് മോണ്ടിസോറി മെറ്റീരിയൽസ് അല്ലെങ്കിൽ നമ്മുടെ മെറ്റീരിയൽസിനോടായിരിക്കും കൂടുതൽ ഇഷ്ടം. കാരണം അവർക്ക് അത് യൂസ് ചെയ്ത് വർക്ക് ചെയ്യാൻ വളരെയധികം ഇഷ്ടമായിരിക്കും. ഓക്കെ, ഇനി നെക്സ്റ്റ് ഒബ്സർവേഷൻ ആണ്, നെക്സ്റ്റ് ഡിസ്കവറി ആണ്. നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്. വൺസ് ഒരു ടീച്ചർ, അൺട്രെയിൻഡ് ആയിട്ടുള്ള ടീച്ചർ ഒരു കുട്ടി നല്ല ഗുഡ് ബിഹേവിയറിന് മെഡൽ കൊടുത്തു. നമ്മൾ റിവാർഡും കാര്യങ്ങളൊക്കെ കൊടുക്കും അല്ലെ, സ്കൂളുകളിൽ ഇപ്പൊ കോമൺ ആയിട്ട് കാണുന്നതല്ലേ. ക്ലാസ് ടോപ്പർക്ക് റിവാർഡ് കാണാറുണ്ടോ, ബാഡ്ജും കാര്യങ്ങളൊക്കെ. ടേം ടോപ്പർ എന്നൊക്കെ പറഞ്ഞിട്ട് ബാഡ്ജ് ഒക്കെ കൊടുക്കും. CBSE സ്കൂളിൽ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് റിവാർഡാണത്. ഒരു ബാഡ്ജ് പോലെ നമുക്കത് ഫുൾ ടൈമിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേസ് ചെയ്യാനായിട്ട് പറ്റും നമുക്ക്. അപ്പം നെക്സ്റ്റ് ടൈം വരെയും നമുക്കത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ ശരിക്കും പറഞ്ഞാല് അത് റിവാർഡിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു അത് മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി, മറ്റു കുട്ടികളോട് മോട്ടിവേറ്റ് ചെയ്യണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് അങ്ങനെയുള്ള റിവാർഡുകൾ കൊടുക്കുന്നത്. അത് മോട്ടിവേഷൻ ആണോ കൊണ്ടുവരുന്നത്, ഡിമോട്ടിവേഷൻ ആണോ നിങ്ങളുടെ അഭിപ്രായത്തില്? എന്റെ അഭിപ്രായത്തില് ഡിമോട്ടിവേഷന് കാരണമാവും. കാരണം എങ്ങനെയാ മിന്നു?
അത് ചില കുട്ടികൾക്ക് അത് മനസ്സിന് ഭയങ്കര വിഷമം വരും. കാരണം സെക്കൻഡ് ചില പ്ലേസിൽ കുട്ടികൾക്ക് വരുന്നത് ഞാൻ ആലോചിച്ചു. ഇപ്പൊ അതെ, ഫസ്റ്റ് കിട്ടിയ കുട്ടിക്ക് ചിലപ്പോ അത് മോട്ടിവേഷൻ ഒക്കെ ആയിട്ട് ഫീൽ ചെയ്യും. പക്ഷെ സെക്കൻഡ് ചിലർക്ക് വരുന്നത് അതൊരു കാരണം വാശി കുട്ടികൾക്ക് പോലെയാവും. അടുത്ത പ്രാവശ്യം ഞാൻ മേടിക്കും എന്നുള്ള ഒരു വാശി വരും. അങ്ങനെ ചിലവർക്ക് അത് ഭയങ്കര വിഷമം. എല്ലാവർക്കും ഒരുപോലെ പഠിക്കാൻ പറ്റുന്ന സാഹചര്യം ആവില്ലല്ലോ. അപ്പൊ അത് വലിയ ക്ലാസ്സിലൊക്കെ ആവുമ്പോ പിന്നെ അവർക്ക് മനസ്സിലാവും ഞാൻ പഠിക്കാണ്ടാണ് എന്നുള്ള ഒരു ഇത് വരും. ചെറിയ കുട്ടികളെ സംബന്ധിച്ച് അത് വളരെ ഒരു അഭിനന്ദനം വേണം. പക്ഷെ ഈ സമ്മാനങ്ങളൊക്കെ കൊടുക്കുമ്പോ ചെറിയ കൊടുക്കുന്നത് ചെറിയ മനസ്സല്ലേ, അവർക്ക് ഭയങ്കര വിഷമാവും അത്. കാരണം അവർക്ക് മനസ്സിലാക്കാം. എന്റെ മോനൊക്കെ LKG UKG ഒക്കെ പഠിച്ചു വരുമ്പോഴേ അവർക്ക് ഇങ്ങനെ ഫസ്റ്റ് പൊസിഷനൊക്കെ ഇങ്ങനെ ബാഡ്ജൊക്കെ കുത്തുമ്പോ കുട്ടികൾ പറയലോ എനിക്ക് കിട്ടിയില്ലോ എനിക്ക് കിട്ടിയില്ലോ എന്ന് പറയും. അപ്പൊ അതൊക്കെ കാണുമ്പോ ഭയങ്കര വിഷമാണ്. പിന്നെ അവൻ പറയും ഞാൻ അടുത്ത പ്രാവശ്യം മേടിക്കാം എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ എല്ലാ കുട്ടികളും ഒരുപോലെ ആവില്ല. അവർക്ക് പഠിക്കാണ്ടാണോ കിട്ടാത്തെ എന്നൊന്നും അവർക്ക് മനസ്സിലാവേണ്ട പ്രായമായിട്ടില്ലല്ലോ. വലിയ ക്ലാസ്സിലൊക്കെ ഇപ്പൊ ഹൈസ്കൂളിലൊക്കെ എത്തുമ്പോ കുട്ടികളൊക്കെ അങ്ങനെ കൊടുക്കുമ്പോ അവര് ഞാൻ പഠിക്കാത്ത കാരനാണ് എനിക്ക് കിട്ടാത്തത് എന്നുള്ള ഒരു ചിന്ത അവര് ഇത്തിരി കൂടി പക്വത വന്നൂലോ. LKG UKG സെക്ഷൻ ആവുമ്പോ അങ്ങനെ ഒരു ഇത് ചിലവർക്ക് കുഴപ്പമുണ്ടാവില്ല. ചിലവർക്ക് അത് ചില കുട്ടികൾക്ക് അത് ഒരു പ്രോത്സാഹനമാവും. പിന്നെ ചില പാരന്റ്സ് ഒക്കെ അതൊരു ഇഷ്യൂ ആയിട്ടൊക്കെ ചിലപ്പോ എടുക്കും. കുട്ടിക്ക് മനസ്സിന് ഭയങ്കര വിഷമായി, നിങ്ങൾ എന്തെങ്ങനെ കാണിക്കുന്നത്. പിന്നെ CBSE സ്കൂളിൽ പിന്നെ മൊത്തത്തിൽ അങ്ങനെ ഒരു പതിവില്ല. അവരവരുടെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്യും. അവര് ഫസ്റ്റ് പൊസിഷൻ വന്നവർക്ക് ഭയങ്കര ട്രീറ്റും കാര്യങ്ങളൊക്കെ ചെയ്യണ കണ്ടിട്ടുണ്ട്. അതപ്പോ മറ്റു കുട്ടികൾക്ക് ഇപ്പൊ ഫസ്റ്റ് പൊസിഷൻ കിട്ടിയ കുട്ടിക്ക് ഓക്കെയാണ് മോട്ടിവേഷൻ കാര്യങ്ങൾ, മറ്റു കുട്ടികൾക്ക് മോട്ടിവേഷൻ. പക്ഷെ ഞാൻ ആലോചിക്കുന്ന സെക്കൻഡ് കിട്ടിയ കുട്ടിയുടെ കാര്യം. കാരണം അവൻ അത്രയും എഫേർട്ട് എടുത്തിട്ട് അവനത് കിട്ടിയില്ലല്ലോ, പിന്നെ ഞാൻ എന്തിനാ പഠിച്ചിട്ട് എനിക്ക് അത്രയും എഫേർട്ട് ഇട്ടിട്ട് കിട്ടിയില്ലല്ലോ, ഡീമോട്ടിവേഷനും കാരണമോ. അപ്പൊ നമ്മുടെ മോണ്ടിസോറി മെത്തേഡ് പറയുന്നത് നോ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് എന്നാണ്. റിവാർഡും വേണ്ട പണിഷ്മെന്റും കൊടുക്കേണ്ട. നമ്മളുടെ ഫോളോ ചെയ്യേണ്ട മെത്തേഡാണ്. നമ്മൾ കുട്ടികൾക്ക് എന്ത് കൊടുക്കേണ്ട, ഒരു വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്രിസിയേഷൻ നമ്മൾ അവരെ ഒന്ന് കൺഗ്രാറ്റുലേറ്റ് ഒക്കെ ചെയ്യാം. പക്ഷെ റിവാർഡ് ആയിട്ട് ഒന്നും കൊടുക്കണ്ട, ഗിഫ്റ്റും കാര്യങ്ങളൊന്നും കൊടുക്കണ്ട. അതേപോലെ തന്നെ പണിഷ്മെന്റ് ചെയ്യണ്ട. നീ എന്താ ചെയ്യാഞ്ഞത് എന്ന് പറഞ്ഞിട്ട് വലിയ പണിഷ്മെന്റും കാര്യങ്ങളൊന്നും എന്ത് ചെയ്യണ്ട, കുട്ടികൾക്ക് കൊടുക്കണ്ട. ഓക്കെ, അപ്പോ നമ്മള് റിവാർഡും പണിഷ്മെന്റും മോണ്ടിസോറി മെത്തേഡ് എന്ത് ചെയ്യുന്നുണ്ട്, പെർമിറ്റ് ചെയ്യുന്നില്ല കേട്ടോ. മനസ്സിലായല്ലോ? നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ് നമ്മൾ ഫോളോ ചെയ്യേണ്ടതാണ്. കുട്ടികൾക്ക് റിവാർഡും പണിഷ്മെന്റും കൊടുക്കണ്ട. ഇനി സപ്പോസ് ഞാൻ എക്സാമ്പിൾ പറയാം കേട്ടോ. റിവാർഡ് ഇപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ റിവാർഡ് ഒന്നും കൊടുക്കുന്നില്ലല്ലോ എന്ന്. അപ്പൊ ചില കുട്ടികള് ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ നല്ല രസത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ ആൽഫബറ്റ്സ് എഴുതി തുടങ്ങുമ്പോൾ ടിക്ക് കൊടുത്തിട്ട് സ്റ്റാർ കൊടുക്കും അല്ലെ. നന്നായിട്ട് എഴുതി കുട്ടിക്ക് 2 സ്റ്റാർ കൊടുക്കും. മോശമായിട്ട് എഴുതി കുട്ടിക്ക് ചിലപ്പോൾ കുറച്ച് കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടിക്ക് 1 സ്റ്റാർ കൊടുക്കും. ലാസ്റ്റ് എഴുതിയ ഒട്ടും ഭംഗിയില്ലാണ്ട് എഴുതിയ കുട്ടിക്ക് സ്റ്റാർ ഒന്നും കൊടുക്കൂല അല്ലെ. അപ്പൊ ആ കുട്ടിക്ക് ഭയങ്കര വിഷമാവും. കാരണം എന്താ പറയാന്ന് വെച്ചാൽ ഭയങ്കര വിഷമിച്ച് പറയും അവർക്കൊക്കെ സ്റ്റാർ കൊടുത്ത് ഞാൻ എഴുതിയിട്ട് എനിക്ക് തന്നില്ല. ഒരു LKG ഉള്ള കുട്ടിയാണെങ്കിൽ അവന് ഫീൽ ചെയ്യും അല്ലെ. അപ്പൊ നമ്മൾ ടീച്ചേഴ്സ് ആണ്, നമ്മളിപ്പോ കൊടുക്കാണ്, റിവാർഡ് കൊടുക്കുകയാണെങ്കിൽ ഓരോപോലെ തന്നെ കൊടുക്കാം, അല്ലെങ്കിൽ കൊടുക്കാതിരിക്കാം. ഞാൻ ഉദ്ദേശിച്ച ചെറിയൊരു സ്റ്റാർ ആണെങ്കിൽ പോലും അവർക്ക് അതൊരു വിഷമവും കാര്യങ്ങളും വരും. എനിക്ക് കിട്ടിയില്ല എന്നുള്ളൊരു വിഷമം അവർക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോ ഈ ഒരു ഇൻസിഡന്റ് മോണ്ടിസോറിയുടെ ശ്രദ്ധയിൽപ്പെടുന്നത് എപ്പോഴാന്ന് വെച്ചാൽ അൺട്രെയിൻഡ് ആയിട്ടുള്ള ഒരു ടീച്ചർ, മോണ്ടിസോറി മെത്തേഡിൽ ട്രെയിനിങ് ഒന്നും കിട്ടാത്ത ഒരു ടീച്ചർ ഒരു കുട്ടി നല്ല ബിഹേവിയർ ആണെന്ന് പറഞ്ഞിട്ട് ഒരു മെഡൽ കൊടുത്തു. മെഡൽ കഴുത്തിൽ നമ്മൾ ഇങ്ങനെ ഇടുമല്ലേ, അങ്ങനെ ഒരു മെഡൽ കൊടുത്തു. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ മോണ്ടിസോറി ആ കുട്ടിനെ ഒബ്സർവ് ചെയ്തപ്പോ അവൻ ആ മെഡൽ എടുത്ത് മാറ്റിയിട്ട് അവൻ എന്ത് ചെയ്തു, മോണ്ടിസോറി മെറ്റീരിയൽസ് യൂസ് ചെയ്ത് വർക്ക് ചെയ്യുന്നതാണ് കണ്ടത്. അപ്പൊ മോണ്ടിസോറിക്ക് അപ്പോഴാണ് മനസ്സിലായത്, എന്നുവെച്ചാൽ നമ്മുടെ കുട്ടികൾക്ക് മോണ്ടിസോറി മെത്തേഡിൽ ട്രെയിൻ ചെയ്യുന്ന കുട്ടികൾക്ക് റിവാർഡോ പണിഷ്മെന്റോ വേണ്ട. അവർക്ക് ചൈൽഡ് ചോയ്സ് ഓഫ് ആക്ടിവിറ്റി, നമ്മൾ അവർക്ക് ആ ഫ്രീഡവും കാര്യങ്ങളും കൊടുക്കുന്നതിലൂടെ അവർക്ക് ആ ഒരു ആക്ടിവിറ്റി ചെയ്യാനുള്ള ഇൻട്രസ്റ്റും കാര്യങ്ങളാണ് കൂടുതൽ. നമ്മുടെ കുട്ടികൾ ഒരു ആക്ടിവിറ്റി ചെയ്തില്ല എന്ന് പറഞ്ഞ അവനെ വഴക്കൊന്നും പറയരുത്. ഇപ്പൊ അവൻ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മള് എല്ലാ കുട്ടികളെയും എന്ത് ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യാം. ടീച്ചേഴ്സിന്റെ ഡ്യൂട്ടി എന്താണ്, സൂപ്പർവിഷൻ ആണ്. ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യാം, ഇന്റർഫിയർ ചെയ്യാം, അത് കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ ഓക്കെ അല്ലേ? ആരാ വായിക്കുന്നത് നോ നീഡ് ഫോർ റിവാർഡ് ആൻഡ് പണിഷ്മെന്റ്?
ആരും വായിക്കണില്ലെങ്കിൽ ഞാൻ വായിക്കാം. ഓക്കെ, മിന്നു വായിച്ചോ? അടുത്തത് അളക വായിക്കും അല്ലേ? ഓക്കെ മാം. ഓക്കെ, വായിച്ചോടാ. No need for reward and punishment. A boy was rewarded with a medal by an untrained teacher for good behavior. A few moments later, Montessori observed the boy taking off his medal. This struck Montessori, realizing that children showed no need for reward and punishment, which intervenes with the child's choice of activity. ഇതുവരെ പോരെ? ഓക്കേടാ. വീട്ടില് ചെറിയ കുട്ടികൾ ആർക്കെങ്കിലും ഉണ്ടോ? ഒരു 8 മാസം താഴെയുള്ള കുട്ടികള്, 1 വയസ്സിന് താഴെ 8 മാസം ആ ഒരു ഏജിലുള്ള കുട്ടികളുണ്ടോ? അല്ലെങ്കിൽ 1 വയസ്സിന് താഴെയുള്ള കുട്ടികളുണ്ടോ? ഇല്ല മിസ്. ഇല്ല. കുട്ടികള് വലിയ കുട്ടികളായിരിക്കും അല്ലെ? അപ്പം അവരൊക്കെ ചെറിയൊരു ഏജിലായിരുന്ന സമയത്ത് അവർ ഉറങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയായിരിക്കും വീട്ടില്? സൈലൻസ് ആയിരിക്കും അല്ലെ? മോള് ചെറുതായിരുന്ന സമയത്തെ ഞാൻ എന്താ ഹോണിംഗ് ബെല്ല് അടിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങള് വീട്ടിൽ തന്നെയാ വർക്ക്ഷോപ്പ്, ഹസ്ബൻഡ് വർക്ക്ഷോപ്പാണ്. അപ്പൊ വീടിന്റെ ഫ്രണ്ടിൽ തന്നെ വർക്ക്ഷോപ്പ് വരുന്നത്. അപ്പൊ ആരെങ്കിലും വർക്ക്ഷോപ്പിൽ വരുമ്പോ ഹോണിംഗ് ബെല്ല് അടിക്കും. അത് അടിക്കരുതെന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു, അവിടെ ഒരു കാർഡ് എഴുതി വെച്ചിട്ടുണ്ട്, ഹോണിംഗ് ബെല്ല് അടിക്കാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട്. കാരണം ഹോണിംഗ് ബെല്ല് അടിച്ചാൽ അപ്പൊ വാവ എഴുന്നേക്കും. അപ്പൊ അങ്ങനെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ കരയൂലേ? വീട്ടിൽ വേറെ ആരും ഉണ്ടായിരുന്നു, ഞാൻ ഫുൾ ടൈം ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി എല്ലാവരും വർക്കിന് പോകും, ഞാൻ മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത്. പിന്നെ ഹസ്ബൻഡ് വർക്കിലായിരിക്കും, ഫുൾ ടൈം വർക്കിൽ തന്നെ ആയിരിക്കും. അപ്പം അധികം നമുക്ക് വേറൊരാളില്ല അവനെ എടുക്കാനൊക്കെ. അപ്പൊ ആ സമയത്ത് എനിക്ക് ഭയങ്കര പേടിയായിരുന്നു കേട്ടോ. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്പൂൺ ഒന്ന് നിലത്ത് വീണ ആ സൗണ്ട് കേട്ടാൽ എഴുന്നേക്കോ, അങ്ങനെ ഭയങ്കര ടെൻഷനാണ്. അപ്പൊ നമ്മുടെ വീട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാമായിരിക്കും. കുഞ്ഞു കുട്ടികളുള്ള വീടാണെങ്കിൽ ഭയങ്കര സൈലന്റ് ആയിരിക്കും അല്ലെ? ഓക്കെ, നമ്മളുടെ വീട്ടിലെ സൈലൻസ് ഒന്ന് ആലോചിച്ചാൽ മതി. ഞാൻ ഇനി പറയാൻ പോകുന്ന ഇൻസിഡന്റ് ആണ്. ഡോക്ടർ മോണ്ടിസോറി ഒരു പ്രാവശ്യം ഒരു 4 മാസം പ്രായമുള്ള ഒരു ബേബി ഗേളിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് മോണ്ടിസോറി കുട്ടികളോട് പറഞ്ഞു, നോക്കി ഈ കുട്ടി ബ്രീത്ത് ചെയ്യുന്നത് പോലെ അത്ര കാമായിട്ട് ഉറങ്ങാണ്, ഇത്ര ക്വൈറ്റ് ആയിട്ട് ആർക്കെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും, ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റും. അത്ര നിശബ്ദമാണ് അല്ലെ? ഒരു 4 മാസം പ്രായമുള്ള ഒരു കുട്ടിയുടെ ബ്രീത്ത് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവള് എങ്ങനെയാണ് അത്രയും കാം ആൻഡ് ക്വൈറ്റ്, അത്രയും ആ ഒരു ഇതാണ്. അപ്പൊ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾക്ക് ആർക്കെങ്കിലും പറ്റുമോ ഇതേപോലെ ഇത്ര കാമായിട്ട് ഇരിക്കാനായിട്ട് ആർക്കെങ്കിലും പറ്റുമോ എന്ന് ചോദിച്ചു. ജോക്കിംഗ് മാനറിൽ പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും അതേപോലെ ചെയ്യാനായിട്ട് പറ്റൂല, കാരണം നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലെ സൈലൻസ്. അപ്പൊ ജസ്റ്റ് ഞാൻ പറയുകയാണെങ്കിൽ തന്നെ നമ്മളൊരു ക്ലാസ്സിലാണെങ്കിൽ എത്ര വട്ടം വലിയ കുട്ടികളുടെ ക്ലാസ് ആണെങ്കിൽ പോലും സൈലൻസ് മിണ്ടാതിരിക്കാനായിട്ട് നമ്മൾ കമ്പൽ ചെയ്യണം. പക്ഷെ കുഞ്ഞു കുട്ടിയാണെങ്കിലോ ഭയങ്കര സൈലന്റ് ആയിരിക്കും അല്ലെ? ഭയങ്കര നിശബ്ദമായിരിക്കും, ഫുൾ സൈലന്റ്. എന്നിട്ട് മോണ്ടിസോറി പറഞ്ഞു, ഹൗ സോഫ്റ്റ് ഹർ ബ്രീത്ത് ഈസ്, അവളെ ഇങ്ങനെ എത്ര നിശബ്ദമായിട്ടാണ് ശ്വസിക്കുന്നത് നോക്കൂ. അപ്പൊ കുട്ടി ബ്രീത്ത് എത്ര സൈലന്റ് ആയിട്ടാണ്. എന്നിട്ട് കുട്ടികളോട് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ബ്രീത്ത് ചെയ്യാനായിട്ട് പറ്റുമോ എന്ന് ചോദിച്ചു. അപ്പൊ മോണ്ടിസോറി വിചാരിച്ചു ആർക്കും അങ്ങനെ പറ്റില്ല എന്നാണ്. പക്ഷെ സർപ്രൈസ്ലി എന്താണ്, ഈ കുട്ടികളെല്ലാവരും അത് പറഞ്ഞതിന് ശേഷം എല്ലാവരും ഭയങ്കര നിശബ്ദമായിട്ട് ഭയങ്കര ഭയങ്കരമായിട്ട് സൈലന്റ് ആയി. പിന്നീട് അവിടെ ഒരു അവരുടെ ബ്രീത്ത് അവർ കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവർ സൈലന്റ് ആയി. ഹോളി അവര് സൈലൻസിലേക്ക് വന്നു. ഓക്കെ, അപ്പം ഈ കുട്ടികൾക്ക് മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു, നമ്മുടെ കുട്ടികൾക്ക് ആ ഒരു ചിൽഡ്രൻസ് ഹാവ് എ ഗ്രേറ്റ് ലവ് ഓഫ് സൈലൻസ്. കുട്ടികൾക്ക് ഈ സൈലൻസിനോട് വളരെയധികം ഇഷ്ടമുണ്ട്. സൈലന്റ് പിന്നീട് ആണ് മോണ്ടിസോറി ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് ഈ ഒരു ഡിസ്കവറി വന്നത്. കുട്ടികൾക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, സൈലന്റ് ആവാനായിട്ടുണ്ട്. അവർ ചെയ്യുന്ന വർക്കും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്, പക്ഷെ അത്ര സൈലൻസ് ആയിട്ടാണ് അവർ ആ വർക്കും കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്യുന്നത്. പിന്നീട് സൈലൻസ് ഗെയിമുകളുണ്ട്. സൈലൻസ് ഗെയിം ഒക്കെ നമ്മുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് മാറാനായിട്ട് കാരണമായ ഒരു ഡിസ്കവറിയാണ് ലവ് ഓഫ് സൈലൻസ് എന്ന് ഉദ്ദേശിച്ചത്, സൈലൻസ്. അപ്പം ഇത് കഴിഞ്ഞ ലാസ്റ്റ് ഒരു ക്ലാസ്സിൽ ഒരു കുട്ടി ആ കുട്ടിയുടെ ലൈഫിൽ നടന്നൊരു ഇൻസിഡന്റ് പറഞ്ഞു, ഷെയർ ചെയ്യാം. അപ്പൊ കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോകുന്ന സമയമാണ്. ടീച്ചിങ് പ്രാക്ടീസിന് പോകുമ്പോൾ
ബാവയ്ക്ക് 1.25 വയസ്സ്, 1.5 വയസ്സ് 1.25 വയസ്സായിരുന്നു ടൈം. അപ്പൊ അവിടെ അടുത്ത് വീടിന്റെ അടുത്ത് തന്നെയായിരുന്നു ടീച്ചിങ് പ്രാക്ടീസിനെ കിട്ടിയത്. അപ്പൊ വേറെ കുട്ടിയെ നോക്കാനായിട്ട് പാരന്റ്സ് ആരും ഉണ്ടായിരുന്നില്ല. അപ്പൊ കുട്ടീനെയും കൊണ്ടായിരുന്നു എന്ത് ചെയ്തത്, ആ കുട്ടി ടീച്ചിങ് പ്രാക്ടീസിന് പോയത്. കാരണം PTHയിലാണ് കിട്ടിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മോനെ അടുത്തിരുത്താലോ എന്നുള്ള രീതിയിൽ തന്നെ എന്ത് ചെയ്തു, കൊണ്ടുപോയി. പക്ഷെ അവിടെ ഉള്ള കുട്ടികൾ ഈ കുട്ടീനേക്കാളും കുറച്ചും കൂടി മുതിർന്നവരായിരുന്നു കേട്ടോ. ഒരു 2.5 വയസ്സ് 3 വയസ്സ് 2.5 വയസ്സൊക്കെ ഉള്ള കുട്ടികളായിരുന്നു അവിടെ ഉള്ളവരൊക്കെ. അപ്പൊ 3 വയസ്സിനോട് അടുത്ത് പ്രായമുള്ള കുട്ടികൾ. അപ്പോ ഒരു ദിവസം ഉച്ചയായപ്പോ വാവ ഉറങ്ങി. ടീച്ചറിന്റെ നമ്മുടെ സ്റ്റുഡന്റിന്റെ മോള് ഉറങ്ങി കഴിഞ്ഞപ്പോ അവിടെ തായുണ്ട്, അവിടെ കുട്ടീനെ കൊണ്ട് കിടത്തി കഴിഞ്ഞിട്ട് സാധാരണ വെച്ചാല് ഇവളുള്ളപ്പോ എപ്പോഴും ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരിക്കും എന്നാ പറഞ്ഞത്. ഇവളോടൊപ്പം പോയി കളിക്കും, ഇവളോടൊപ്പം നടക്കും, ഫുൾ ടൈം ഇവളുടെ ഒപ്പം ഇങ്ങനെ കലപിലയും സൗണ്ടും കാര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ബാക്കിയുള്ള എല്ലാ കുട്ടികളും എപ്പോഴും നിൽക്കാന്നാ പറഞ്ഞത്. പക്ഷെ ഇവൾ ഉറങ്ങിയതിനു ശേഷം അവരെല്ലാവരും പെട്ടെന്ന് സൈലന്റ് ആയിരുന്നു. ഉറങ്ങിയതിനു ശേഷം അവരെല്ലാവരും സർപ്രൈസിൽ എന്തായാലും സൈലന്റ് ആയി. 2 കുട്ടികൾ അപ്പുറത്തും ഇപ്പുറത്തും പോയി അവളുടെ ഒപ്പം തന്നെ കടന്ന് ഉറങ്ങി. പിന്നെ കുറച്ച് കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്, ഡ്രോ എന്തോ ചെയ്യായിരുന്നു. പക്ഷെ അവർ ഭയങ്കര സൈലന്റ് ആയിട്ട് ആ ഒരു വർക്കും ചെയ്യുന്നത് കണ്ടു. അപ്പൊ ആ കുട്ടി ഷെയർ ചെയ്തു, ലവ് ഓഫ് സൈലൻസ് കുട്ടിയുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് പറ്റിയെന്ന് പറഞ്ഞു. എന്നുവെച്ചാല് നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് ആ ലവ് ഓഫ് സൈലൻസ് ഇംപ്ലിമെന്റ് ചെയ്യല്ല ചെയ്തത്. കുട്ടികള് എന്ത് ചെയ്തു, അത് അവർ ഡിസ്കവർ ചെയ്തു. എന്നുവെച്ചാല് ലവ് ഓഫ് സൈലൻസ് അല്ലെങ്കിൽ ഗ്രേറ്റ് ലവ് ഓഫ് സൈലൻസ് കുട്ടികളുടെ ഉള്ളിലുണ്ട്. പക്ഷെ അത് അവര് മനസ്സിലാക്കി അതെന്ത് ചെയ്തു, ഇംപ്ലിമെന്റ് ചെയ്യാണ് ചെയ്തത്. അപ്പോ ഇങ്ങനൊരു ഇൻസിഡന്റ് മരിയ മോണ്ടിസോറിയുടെ ലൈഫിൽ നടന്നപ്പോഴാണ് മോണ്ടിസോറി ഈ ഒരു ഡിസ്കവറി മനസ്സിലായത്. ഓക്കെ, അളക വായിക്കോടാ. Yes, Miss. ഓക്കെ, വായിച്ചോ. Lovers of silence. Dr. Montessori recounted an event where she brought a 4-month-old baby girl into her classroom. Maria Montessori was not surprised that the little girl was so still and quiet and wanted to share this feeling with the children in the class. She told the class in a joking manner, "None of you could do so well." Maria was taken aback that her children were able to keep silent. She went further to say how soft her breath is. None of you could breathe silently as she. These children took Maria to task. At that moment, holding their breaths, there were an impressive silence. It was therefore a real revelation when Montessori discovered that deep down in the souls of children have a great love of silence. Today, the silence game has become a part of Montessori classrooms. Miss Kalvika. ഓക്കേടാ. അപ്പോ ഡോക്ടർ മോണ്ടിസോറി ഒരു ദിവസം പറഞ്ഞ പോലെ ഒരു 4 months ഓൾഡ് ആയിട്ടുള്ള ബേബി ഗേളിനെ ക്ലാസ്സിലേക്ക് കൊണ്ടുവരും. മോണ്ടിസോറി was not surprised that the little girl was so still and quiet. ആ കുട്ടി അത്രയും സൈലന്റ് ആയിരുന്നു അല്ലെ. ഭയങ്കര സൈലൻസ്. നമ്മുടെ വീട്ടിൽ നമ്മുടെ ആ ഒരു ഏജിലുള്ള കുട്ടികളെ നമുക്കറിയാൻ പറ്റും, ചെറിയ കുട്ടികളെ അത്ര സൈലന്റ് ആയിരിക്കും അവര്. അപ്പോ ആ ഒരു ഫീലിംഗ് കുട്ടികളായിട്ട് ഷെയർ ചെയ്തു. അതേപോലെ തന്നെ അവരോട് ജോക്കിംഗ് മാനറിൽ എന്ത് പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കും ഇതേപോലെ അത്ര സൈലന്റ് ആയിട്ട് ഇരിക്കാനായിട്ട് പറ്റില്ല എന്ന് പറഞ്ഞു. എന്നിട്ട് വീണ്ടും പറഞ്ഞു ഹൗ ഹാർ ബ്രീത്ത്, എത്ര സോഫ്റ്റ് ആണ് കുട്ടിയുടെ ബ്രീത്ത്, നിങ്ങൾക്ക് എത്ര സൈലന്റ് ആയിട്ട് അവള് ബ്രീത്ത് ചെയ്യുന്നേ എന്ന് പറഞ്ഞു. ഇത് മരിയ മോണ്ടിസോറി പറഞ്ഞു, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റുമോ? ആർക്കും ചെയ്യാനായിട്ട് പറ്റില്ല എന്നാ പറഞ്ഞത്. പക്ഷെ മരിയ മോണ്ടിസോറിക്ക് സർപ്രൈസ്ലി എന്താ ചെയ്ത കുട്ടികള് അവരെ ബ്രീത്ത് കൺട്രോൾ ചെയ്യാൻ തുടങ്ങി. അവർ വർക്ക് ചെയ്യുന്നുണ്ട്, ബട്ട് അവര് സൈലൻസില് ഭയങ്കര സൈലൻസിലോട് ആണ് അവർ ആ വർക്ക് ചെയ്യുന്നത്. അപ്പോഴാണ് മോണ്ടിസോറി ഡിസ്കവർ ചെയ്ത് കുട്ടികളുടെ ഉള്ളില്, കുട്ടികളുടെ സോൾ അല്ലെങ്കിൽ ആ ഒരു ആത്മാവ് എന്ന് പറയുന്നത് ഈ ഗ്രേറ്റ് ഓഫ് ലവ് ഓഫ് സൈലൻസ്, അവർക്ക് സൈലൻസ് വളരെയധികം ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് മനസ്സിലാക്കി. പിന്നീടാണ് സൈലൻസ് ഗെയിം നമ്മളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിന്റെ ഭാഗമായിട്ട് മാറിയത്. ഓക്കെ, സൈലൻസ് ഗെയിം എന്താന്നൊക്കെ ഒന്ന് നോക്കണം കേട്ടോ. നമ്മള് എന്തെങ്കിലും ആക്ടിവിറ്റി ചെയ്തോ എന്നൊക്കെ ചോദിക്കുമ്പോഴാണ് നിങ്ങൾ കാണാറില്ല ഒരു സൈലൻസ് ഗെയിം. സൈലൻസ് അതന്നെ ഉദ്ദേശിച്ചത്.
അത്രയും നിശബ്ദമായിരിക്കും. നമ്മള് ഇപ്പോൾ എന്താ പറയാ, പ്രെയർ ചെയ്യാനൊക്കെ പറയുമ്പോൾ എല്ലാവരും മിണ്ടാതിരിക്കില്ലേ, അത്രേ ഉള്ളൂ സൈലൻസ്. പക്ഷെ നമ്മള് കുഞ്ഞു കുട്ടികളായതുകൊണ്ട് തന്നെ എന്താ പറയാ, ആ ഒരു സൈലൻസ് നമ്മള് സാധാരണ നമ്മൾ CBSE സ്കൂളിലൊക്കെ നോക്കുകയാണെങ്കിൽ സൈലൻസ് എന്ന് പറയുന്നത് അവര് ഇംപ്ലൈ ചെയ്യുന്ന മെത്തേഡ് വെച്ച് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ള സൈലൻസ് ആണ്. ആരും ആരോട് സംസാരിക്കരുത്, പിന്നെ ഭയങ്കര സൈലന്റ് ആയിരിക്കണം എന്ന് ടീച്ചർമാര് സ്ട്രിക്റ്റ്ലി ഫോളോ ചെയ്യുന്ന. പക്ഷെ മോണ്ടിസോറി എൻവയോൺമെന്റ് നമ്മൾ അങ്ങനെ ഫോളോ ചെയ്യുന്നതല്ല. നമ്മൾ ഈ ഒരു മെത്തേഡിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആയിട്ട് മാറാണ്. ഈ ഒരു സൈലൻസ്, ഈ ഒരു ഇങ്ങനൊരു രീതിയാണ് ഇവിടെ എന്നുള്ളത് കുട്ടികൾ എന്താണ് എക്സ്പീരിയൻസ് ചെയ്യാണ്. ഇനി ഞാൻ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയാം കേട്ടോ. ഞങ്ങളുടെ ഇവിടെ അടുത്ത് തന്നെ ഒരു CBSE സ്കൂൾ ഉണ്ട്. അവിടെ മോണ്ടിസോറി മെത്തേഡ് അല്ല ഫോളോ ചെയ്യുന്നത്, ICSE സിലബസ് ആണ്. പക്ഷെ അവിടെ മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. നമ്മുടെ മെറ്റീരിയൽസ്, എല്ലാ മെറ്റീരിയൽസ് ഇല്ല, ഏകദേശം കുറച്ച് മെറ്റീരിയൽസ് ഒക്കെ ആയിട്ട് അവർക്കൊരു മോണ്ടിസോറി ക്ലാസ് റൂം ഉണ്ട്. ഇത് KG സെഷനിലെ കുട്ടികൾക്ക് എല്ലാ ദിവസവും എന്താ പറയാ, ഉച്ചയ്ക്ക് ശേഷം ഈ ഒരു മോണ്ടിസോറി ക്ലാസ് റൂമിലായിരിക്കും അവർക്ക് വർക്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നത്. എന്നുവെച്ചാൽ അവർക്ക് അവിടെ ചെന്ന് വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോ ഈ കുട്ടികള് അല്ലാത്ത സമയം ഭയങ്കര ഡിസ്റ്റർബൻസ്, ഭയങ്കര സൗണ്ടും കാര്യങ്ങളും ഒക്കെയാണ്. പക്ഷേ ഇവര് നമ്മളുടെ നോർമൽ ക്ലാസ്സിൽ നിന്ന് മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുമ്പോൾ അവർ ഭയങ്കര നിശബ്ദമാണ്. കാരണം അവർക്ക് വർക്ക് ചെയ്യാലോ എന്നുള്ള ഒരു ഇഷ്ടം കൊണ്ടായിരിക്കും. പക്ഷെ ഭയങ്കര സൈലന്റ് ആയിട്ട് ക്യൂ ആയിട്ട് നിശബ്ദമായിട്ടായിരിക്കും അവരെന്ത് ചെയ്യുന്നത്, മോണ്ടിസോറി ക്ലാസ് റൂമിലേക്ക് വരുന്നത്. മോണ്ടിസോറി ക്ലാസ് റൂമിൽ വരുന്നു, വർക്ക് ചെയ്യുന്നു, വർക്ക് എല്ലാം ചെയ്ത് കഴിഞ്ഞ് തിരിച്ച് ക്ലാസ്സിൽ ചെല്ലുന്നത് വരെയും അവർ ഭയങ്കര സൈലന്റ് ആയിരിക്കും. അപ്പൊ മോണ്ടിസോറി എൻവയോൺമെന്റിലേക്ക് കുട്ടികൾ വരുമ്പോൾ അവർക്ക് അറിയാം ഇവിടെ ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് നമ്മുടെ കുട്ടികൾക്ക് ഓൾറെഡി അറിയാനായിട്ട് പറ്റും. അപ്പൊ അവര് ലവേഴ്സ് ഓഫ് സൈലൻസ് എന്നുവെച്ചാല് ഈ കുട്ടികൾക്ക് ആ ഒരു ലവ് ഓഫ് സൈലൻസ് കൂടുതലായിരിക്കും. നമ്മുടെ മോണ്ടിസോറി എൻവയോൺമെന്റിൽ ട്രെയിൻഡ് ആവുന്ന കുട്ടികൾക്ക് ലവ് ഓഫ് സൈലൻസ് വളരെ കൂടുതലായിരിക്കും. ഇനി കുട്ടികൾ ആദ്യം എഴുതുകയാണോ വായിക്കുകയാണോ ചെയ്യുന്നത്? നമ്മുടെ കുട്ടികളൊന്ന് ആലോചിച്ച് നോക്കുക. ആദ്യം അവര് എഴുതാണോ വായിക്കുക? എഴുതാണ് അല്ലെ? എന്ത് കിട്ടിയാലും ചിലപ്പോ ഭിത്തിയിലൊക്കെ നല്ല രസമായിരിക്കും അല്ലെ, വീട്ടിലൊക്കെ കുഞ്ഞു കുട്ടികളുണ്ടെങ്കിൽ അവരെ ഹൈറ്റിനനുസരിച്ച് ഡ്രോയിങ് ആയിരിക്കും അല്ലെ ചുറ്റും. ഓക്കെ, അപ്പോ നമ്മള് മരിയ മോണ്ടിസോറിക്ക് ആദ്യം അത്ര ഇൻട്രസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല കുട്ടികളെ എന്ത് ചെയ്യണം എന്നുള്ളത്, അത്രയും ടീച്ച് ചെയ്യണം, എഴുതാൻ പഠിപ്പിക്കണം എന്നൊന്നും അത്രയും ഇൻട്രസ്റ്റ് ആർക്കും ഉണ്ടായിരുന്നില്ല, മോണ്ടിസോറിക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഈ കുട്ടികൾക്ക് വളരെയധികം ഇൻട്രസ്റ്റ് ആയിരുന്നു, അവർക്ക് എഴുതണം വായിക്കണം എന്നൊക്കെ അവർക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. അതേപോലെ മോണ്ടിസോറിനോട് പാരന്റ്സും കൂടി പറഞ്ഞു ഇങ്ങനെ കുട്ടികളെ കൊണ്ട് എഴുതിപ്പിക്കാം എന്ന് പറഞ്ഞു, എഴുതിപ്പിച്ച് നോക്കണമല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് മോണ്ടിസോറിയുടെ അസിസ്റ്റന്റും കൂടി എന്ത് ചെയ്തു, കാർഡ്ബോർഡും പിന്നെ സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഒരു മെറ്റീരിയൽ ക്രിയേറ്റ് ചെയ്തു. നമ്മൾ ഈ ക്ലാസ് തുടങ്ങിയ സമയത്ത് നിങ്ങളോട് ഞാൻ ചെയ്യാൻ പറഞ്ഞ മെറ്റീരിയൽ അല്ലേ, ഓർമ്മയുണ്ടോ? സാൻഡ് പേപ്പറും കാർഡ്ബോർഡും ഒക്കെ ചെയ്ത് എന്തായിരുന്നു അത്, സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് കുറച്ച് പാടുപെട്ടല്ലേ? കട്ട് ചെയ്യാനായിട്ട് പാടുപെട്ടു. ഓക്കെ, അതേപോലെ തന്നെയാണ് മോണ്ടിസോറി ഫസ്റ്റ് ഈ ഒരു മെറ്റീരിയൽ ചെയ്ത സമയത്ത് കാർഡ്ബോർഡും സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് കട്ട് ചെയ്ത് അവർ സ്വയമേ പ്രിപ്പയർ ചെയ്ത മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ്. അതാണ് ആദ്യം നമ്മൾ ലാംഗ്വേജ് ഏരിയ അല്ലെങ്കിൽ ലാംഗ്വേജ് ഏരിയയുടെ ഭാഗമായിട്ട് മാറിയിട്ട് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ട്രേസ് ചെയ്യാനായിട്ട് പഠിപ്പിച്ചു കുട്ടികളായിരുന്നു. അവർ തന്നെ ട്രേസ് ചെയ്യാനായിട്ട് മോണ്ടിസോറി പഠിപ്പിച്ചു. ട്രേസ് ചെയ്തതിനു ശേഷം പിന്നെ നമ്മൾ പ്രീ റൈറ്റിംഗ് ബോർഡ്സ് ഉണ്ടല്ലോ, പ്രീ റൈറ്റിംഗ് ബോർഡ്സ് കുട്ടികൾക്ക് കൊടുത്തു. പ്രീ റൈറ്റിംഗ് ബോർഡ്സിലൂടെ അവർക്കത് റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, റൈറ്റിംഗ് കാര്യങ്ങളൊക്കെ പറ്റും. പിന്നീട് നാച്ചുറലി ഇപ്പൊ നമ്മള് കൈയൊന്നും പിടിച്ച് മോണ്ടിസോറി കുട്ടികളെ എന്ത് ചെയ്യണ്ട, എഴുതിപ്പിക്കണം എന്നില്ല. അവർ ഓട്ടോമാറ്റിക്കലി എഴുതാനായിട്ട് ഈ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ അവർക്ക് നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. കാരണം നമ്മുടെ സെൻസോറിയൽ മെറ്റീരിയൽസ് ഉണ്ടല്ലോ, നോബിൾഡ് സിലിണ്ടേഴ്സ്, അതേപോലെ തന്നെ നമ്മളുടെ കാർഡ്സ് ആൻഡ് കൗണ്ടേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നതിലൂടെ തന്നെ അവർക്ക് ഈ ഒരു ഫൈൻ മോട്ടോർ സ്കിൽസും ഫൈൻ മോട്ടോർ ഡെവലപ്മെന്റും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ഇമ്പ്രൂവ് ആയിട്ടുണ്ടാവും. അപ്പോൾ മോണ്ടിസോറി അപ്പൊ അങ്ങനെ മെറ്റീരിയൽസും കാര്യങ്ങളൊക്കെ ഇൻട്രൊഡ്യൂസ് ചെയ്തു.
കുട്ടികളിൽ ആ ഒരു റൈറ്റിംഗ് സ്കിൽസും കാര്യങ്ങളും കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അപ്പൊ നമുക്കും നമ്മുടെ കുട്ടികളിലെയും സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കാൻ പറ്റും. ഫസ്റ്റ് ലാംഗ്വേജ് ഏരിയയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന മെറ്റീരിയൽ ആണ് സാൻഡ് പേപ്പർ ലെറ്റർ കേട്ടോ. നമുക്ക് ചെയ്ത് നോക്കാം. അത് കഴിഞ്ഞിട്ട് ഓരോ മെറ്റീരിയൽസും കാര്യങ്ങളും നമുക്ക് അവർക്ക് ട്രെയിൻ ചെയ്യാനായിട്ട് യൂസ് ചെയ്യാം. Maria Montessori did not have any intention to teach children to write so young. മരിയ മോണ്ടിസോറിക്ക് ആദ്യം ഇന്റൻഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അത്രയും ചെറിയ പ്രായത്തിലെ കുട്ടികളെ എഴുതിപ്പിക്കണം എന്നൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് ദ യങ് ചിൽഡ്രൻ കെയിം ടു ഹിയർ ആൻഡ് ആസ്ക് ഹർ ടു ടീച്ച് ദം ടു റീഡ് ആൻഡ് റൈറ്റ്. മോണ്ടിസോറിയുടെ അടുത്തേക്ക് കുട്ടികൾ ചെല്ലുകയും കുട്ടികൾ പറഞ്ഞു ഞങ്ങളെ എഴുതാനും വായിക്കാനും പഠിപ്പിക്കണം കേട്ടോ എന്ന് പറഞ്ഞപ്പോ പാരന്റ്സ് ഓൾസോ സ്റ്റാർട്ടഡ് ടു എക്സ്പ്ലോർ ഹർ ടു ഡു സോ. അങ്ങനെ ചെയ്യാനായിട്ട് പാരന്റ്സ് കൂടി റിക്വസ്റ്റ് ചെയ്തു. മോണ്ടിസോറി ഹാഡ് ടു എഗ്രി. മോണ്ടിസോറി അതിനെ എഗ്രി ചെയ്തു. Montessori and her assistant made some letters formed out of cardboard and sandpaper so that children could trace these letters. അപ്പൊ മോണ്ടിസോറിയും അസിസ്റ്റന്റും കൂടി കാർഡ്ബോർഡും സാൻഡ് പേപ്പറൊക്കെ യൂസ് ചെയ്ത് കുറച്ച് ലെറ്റേഴ്സ് ക്രിയേറ്റ് ചെയ്തു. അത് കുട്ടികൾക്ക് ട്രേസ് ചെയ്യാനായിട്ട് പറ്റി. ആ ലെറ്റേഴ്സിൽ ടച്ച് ചെയ്തിട്ട് കാര്യങ്ങൾ ട്രേസ് ചെയ്യാൻ പഠിച്ചു. അക്കോർഡിംഗ് ടു മോണ്ടിസോറി ഒപ്പീനിയൻ ഡിപ്പെൻഡ്സ് അപ്പോൺ മൈൻഡ് ആൻഡ് ഹാൻഡ്. നമ്മുടെ ഐ ഹാൻഡ് മൂവ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്കൊരു കാര്യം ആക്ടിവിറ്റി മൂവ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഐയും ഹാൻഡും പ്രോപ്പർ ആവണം. നമ്മുടെ ഐ ഹാൻഡ് മൂവ്മെന്റ്സ് നല്ല രീതിയിലായാലും നമുക്ക് കോൺസെൻട്രേഷനും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ ഐയും ഹാൻഡും ഒരേപോലെ പ്രവർത്തിക്കണം. റൈറ്റിംഗ് ഷുഡ് ബി ഫ്ലോ എ നാച്ചുറൽ ഔട്ട്കം ഓഫ് മൂവ്മെന്റ്സ്. നമ്മുടെ മൂവ്മെന്റ്സിന്റെ നാച്ചുറൽ ഔട്ട്കം തന്നെ, നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഔട്ട്കം തന്നെയായിട്ട് മാറിയത് റൈറ്റിംഗ് എന്ന് പറയുന്നത്. ഈ സാൻഡ് പേപ്പർ ലെറ്റേഴ്സിലൂടെ ട്രേസ് ചെയ്ത് കുട്ടികൾക്ക് പിന്നീട് ചോക്ക് എടുത്തിട്ട് ഒരു പിക്ചർ വരയ്ക്കാനായാലും എന്ത് ചെയ്യാനായാലും അവർ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആയിട്ട് മാറി. മോണ്ടിസോറി അണ്ടർസ്റ്റാൻഡ് ദിസ് വെൻ 1 December she told a child to draw a picture of chimney. അപ്പോ ഒരു ദിവസം മോണ്ടിസോറി എന്ത് ചെയ്തു, ഒരു കുട്ടീനോട് പറഞ്ഞു ഒരു ചിമ്മിനിയുടെ പിക്ചർ വരയ്ക്കാൻ പറഞ്ഞു. ആ കുട്ടി ചോക്ക് എടുത്തു. ഒബീഡിയൻലി എന്ത് ചെയ്തു, ആ വർക്ക് ചെയ്തു. പക്ഷെ ഇൻസ്റ്റന്റ്ലി അവൻ ഭയങ്കരമായിട്ട് കരഞ്ഞുപോയി. കാരണം കരഞ്ഞു. കാരണം അവൻ ആദ്യമായിട്ടായിരുന്നു ആ ചോക്ക് എടുത്ത് അങ്ങനെ ബോർഡിൽ അവൻ എന്ത് ചെയ്ത് റൈറ്റ് ചെയ്ത് ഐ ക്യാൻ റൈറ്റ് എന്ന് പറഞ്ഞിട്ട് അവന് ഭയങ്കരമായിട്ട് സന്തോഷമായി. സന്തോഷം കൊണ്ട് അവൻ കരഞ്ഞുപോയി എന്നാ പറയുന്നത്. കാരണം അവന്റെ ലൈഫിൽ അവൻ ആദ്യമായിട്ടാണ് റൈറ്റ് ചെയ്തത്. Writing should, okay, Maria Montessori understood this when 1 December she told a child to draw a picture of chimney. The child took a chalk, obediently did his work. The child instantly cried out, I can write. It was the first time he had ever written. അവൻ ഇതുവരെയും എഴുതിയിട്ടുണ്ടായിരുന്നില്ല. അവൻ ആദ്യമായിട്ടാണ് അവൻ ആ ഒരു പിക്ചർ വരച്ചപ്പോഴാണ് അവൻ എന്ത് ചെയ്തത്, അങ്ങനെ എഴുതിയത്. നമ്മൾ കുട്ടികള് പിക്ചർ വരയ്ക്കുമ്പോ അല്ലെങ്കിൽ ആൽഫബറ്റ്സ് എഴുതി എന്നാ പറയുന്നേ വരച്ചു എന്നാ പറയാം. നമ്മള് എ എഴുതാൻ പറയുമ്പോ വരച്ചോന്നല്ലേ പറയണേ. അപ്പൊ വരയ്ക്കുന്നതിലൂടെയാണ് അവരുടെ എഴുത്തും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നത്, ഡെവലപ്പ് ആവുന്നത്. അപ്പൊ നമ്മള് ഭിത്തിയിലൊക്കെ വരയ്ക്കുമ്പോൾ നമ്മൾ അവരെ നിരുത്സാഹപ്പെടുത്തരുത്. അവരെ വരയ്ക്കാനായിട്ട് നമ്മൾ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ വരച്ചോട്ടെ അവർ. കാരണം അവരുടെ ഫൈൻ മോട്ടോർ സ്കിൽസും കാര്യങ്ങളൊക്കെ ഡെവലപ്പ് ആവാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നെക്സ്റ്റ് ഡിസ്കവറി ആണ് മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ്. അത് തന്നെ ഒരു റൈറ്റിംഗിന്റെ ആ ഒരു ഡിസ്കവറി തന്നെയാണ്, റീഡിങ്ങിന്റെയാണ് പറയുന്നത്. മോണ്ടിസോറി ഫൗണ്ട് ദാറ്റ് റൈറ്റിംഗ് കെയിം ബിഫോർ റീഡിങ്. വായിക്കുന്നതിന് മുമ്പ് കുട്ടികൾ എഴുതാൻ തുടങ്ങും അല്ലെ എന്ന് മോണ്ടിസോറി പറയുന്നു. മരിയ മോണ്ടിസോറി റോട്ട് ഓൺ ബ്ലാക്ക് ബോർഡ്, ഇഫ് യു ലവ് മീ യു മേ കിസ് എന്ന് എഴുതിയിട്ടു. ഇഫ് യു ക്യാൻ റീഡ് ടു കെയിം ടു മീ എന്ന് എഴുതി. എന്താണ്, നിങ്ങൾക്കിത് നിങ്ങൾ എന്നെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു കിസ് തരണം. ഇത് വായിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്റെ അടുത്തേക്ക് വരണം. ചിൽഡ്രൻസ് were reading this sentence for her own happiness. വായിക്കാൻ തുടങ്ങി കുട്ടികൾ. ഇങ്ങനെ കൂട്ടി വെച്ച് ഒരു വേർഡ് ഒരു അക്ഷരങ്ങളും കൂട്ടി വായിക്കാനായിട്ട് തുടങ്ങി കേട്ടോ. നിങ്ങൾക്ക് ആരാണ് ഇംഗ്ലീഷ് എടുക്കുന്നത്? ജോബ് സാറാണോ? ഓക്കെ, അപ്പൊ നിങ്ങള് പ്രാക്ടിക്കൽ സെഷന്റെ ഒക്കെ ഭാഗമായിട്ട് നമ്മൾ ഇംഗ്ലീഷിന് ട്രെയിനിങ് തരും. ഫോണിറ്റിക്സ് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? ചിലപ്പോ നിങ്ങൾ ഡിഗ്രിക്കൊക്കെ പഠിച്ചിട്ടുണ്ടാവും. എന്നുവെച്ചാൽ നമ്മളിപ്പോ എ എന്ന് പറയുമ്പോ കാരണം പ്രൊനൗൺസിയേഷൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഫോണിറ്റിക്സ് സൗണ്ട്സ് എന്ന് വെച്ചാൽ അക്ഷരങ്ങൾ എങ്ങനെ പ്രൊനൗൺസ് ചെയ്യുന്നതിന്റെ സൗണ്ട്സും കാര്യങ്ങളും. സൗണ്ട്സ് ആണ് പഠിപ്പിക്കുന്നത്. ആൽഫബറ്റ് നമ്മൾ പറഞ്ഞിരിക്കുന്നത് എ ഫോർ ആപ്പിൾ എന്നല്ല പഠിക്കുന്നത്. ഇന്നത്തെ കുട്ടികൾ അങ്ങനെയല്ല പഠിക്കുന്നത്. ആ ഒരു ഫോണിറ്റിക് സൗണ്ടിലൂടെ പഠിക്കുമ്പോൾ അവർക്ക് പ്രൊനൗൺസിയേഷനും കാര്യങ്ങളൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും.
സോ അപ്പൊ നമ്മൾ ഈ ഒരു സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫോണറ്റിക് സൗണ്ട്സും കാര്യങ്ങളും കുട്ടികളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. അത് കുട്ടികളിൽ കുറച്ചും കൂടി റീഡിങ് ഹാബിറ്റ് ഇംപ്രൂവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ മോണ്ടിസോറി എന്ത് എഴുതി ആദ്യം, ഇഫ് യു ലവ് മീ ഗിവ് മീ കിസ് ആൻഡ് ഇഫ് യു റീഡ് ടു കെയിം ടു മീ എന്ന് പറഞ്ഞു. ഇനി ഓൺലി ഫോർത്ത് ഡേ ആയപ്പോ ഒരു ലിറ്റിൽ ചൈൽഡ് മോണ്ടിസോറിനെ അപ്രൂവ് ചെയ്തു, അല്ലെങ്കിൽ അപ്രോച്ച് ചെയ്തു, എന്നിട്ട് ഒരു കിസ് എടുത്തു. അപ്പോഴാണ് മോണ്ടിസോറിക്ക് മനസ്സിലായത് ആ കുട്ടിക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റി. ഈ കുട്ടികൾ ഈ സെന്റൻസ് റീഡ് ചെയ്തുകൊണ്ടേയിരുന്നു, കണ്ടിന്യൂസ്ലി അത് റീഡ് ചെയ്തുകൊണ്ടേയിരുന്നു കേട്ടോ. എന്നിട്ട് ഫോർത്ത് ഡേ ആയപ്പോഴേക്കും ഒരു കുട്ടി മോണ്ടിസോറിക്ക് ഒരു കിസ് കൊടുത്തു. അപ്പൊ മോണ്ടിസോറി ഡിസ്കവർ ചെയ്തു ആ കുട്ടിക്ക് റീഡ് ചെയ്യാനായിട്ട് പറ്റി. നമ്മൾ ആദ്യം സാൻഡ് പേപ്പർ ലെറ്റേഴ്സ് അവരെ എഴുതാനായിട്ട് നമ്മളത് ശീലിപ്പിക്കും, പിന്നെ അത് പ്രൊനൗൺസ് ചെയ്യാൻ ശീലിപ്പിക്കും. പ്രൊനൗൺസ് ചെയ്യുമ്പോൾ നമ്മൾ ഏത് സൗണ്ട്സ് യൂസ് ചെയ്യണം, ഫോണറ്റിക് സൗണ്ട്സും കാര്യങ്ങളും യൂസ് ചെയ്ത് പ്രൊനൗൺസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റീഡിങ് കുറച്ചും കൂടി എളുപ്പമായിരിക്കും. ഓക്കെ, എന്റെ മോള് 1ലാണ് മിസ്സേ, അവർക്ക് അതിങ്ങനെ പഠിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് ടഫായിരുന്നു വായിക്കാനും പറയാനൊക്കെ ആയിട്ട്. എന്നുള്ള സൗണ്ടാണല്ലോ വന്നത്. അപ്പൊ ആദ്യം കുറച്ച് ഡിഫിക്കൽട്ട് ആയിരുന്നു. ഇപ്പൊ ഈസി ആയി വായിക്കാനൊക്കെ ആയിട്ട്, നല്ല ഈസി ആയിട്ടാണ് വായിക്കണത്. കൂട്ടി വായിക്കണം. ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്, കാരണം വായിക്കണം കണ്ടിട്ട്. ഓക്കേടാ, ഫോണറ്റിക് സൗണ്ടിന്റെ പ്രത്യേകതയാണ്. പക്ഷെ നമുക്കത് കൂട്ടി വായിക്കാൻ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആണ് സൗണ്ട്സ് വെച്ച് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ. മോനെ ട്രെയിൻ ചെയ്യുമ്പോൾ ഫോണറ്റിക് സൗണ്ട് ഒന്ന് നോക്കാം. നമുക്ക് ഗൂഗിളിലൊക്കെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഗൂഗിളോ അല്ലെങ്കിൽ യൂട്യൂബിലൊക്കെ നോക്കി കഴിഞ്ഞാൽ സൗണ്ട്സ് കിട്ടും. നിങ്ങൾ പറഞ്ഞു നോക്ക്, കാരണം നമ്മളും അതേപോലെ തന്നെ ട്രെയിൻഡ് ആവണം അല്ലെ. നമ്മളും നാളെ ഒരു ദിവസം ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകേണ്ടതാണ്. ആ സമയത്ത് നമുക്ക് ഈ സൗണ്ട്സും കാര്യങ്ങളിലൂടെ കുട്ടികളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ അവർക്കത് ഹെൽപ്ഫുൾ ആയിരിക്കും. സോ നമ്മൾ ട്രെയിൻഡ് ആവണം. നിങ്ങൾ എല്ലാവരും ഫോണറ്റിക് സൗണ്ട്സ് നോക്കണം കേട്ടോ. ഓക്കെ ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഓൾ. നെക്സ്റ്റ് ക്ലാസ്സിൽ നിങ്ങൾ എല്ലാവരും ഉണ്ടാവില്ലേ? മാക്സിമം നോക്കണം കേട്ടോ. ഒരു 35 ആവുമ്പോഴേക്കും മാക്സിമം എല്ലാവരും വരാൻ നോക്കാം കേട്ടോ. താങ്ക് യു. താങ്ക് യു മാം. താങ്ക് യു മാം. പ്രാക്ടിക്കൽ സെക്ഷന് വരുമ്പോ മാം ഉണ്ടാവോ അവിടെ? മേ ബി ചിലപ്പോ പറയാൻ പറ്റില്ല. ചിലപ്പോ അശ്വതി മിസ്സും ഇഷ മാം ആയിരിക്കും, അല്ലെങ്കിൽ ഞങ്ങൾ 3 പേരും ഉണ്ടാവും. എങ്ങനെയാണെന്ന് അറിയില്ല. അത് മാം ആയിരിക്കും, നമ്മുടെ പ്രസിദ്ധ മാം ആയിരിക്കും ഇൻഫോം ചെയ്യുന്നത്. താങ്ക് യു. താങ്ക് യു മാം.